TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +1 സുവോളജി ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ റിവിഷനും മോഡൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കുവാനുള്ള ടോപ്പിക്കുകൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഈ ഹെഡിങ്ങിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോട്ടീൻസ് എന്നുള്ള കാറ്റഗറിയിൽ പ്രോട്ടീൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് എന്നുള്ള ഒരു ചാർട്ട് നമുക്കുണ്ട്, അത് പഠിക്കണം. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൻഡ് ക്വാർട്ടേർണറി സ്ട്രക്ചർ, അത് പഠിക്കണം. നാച്ചർ ഓഫ് ബോണ്ട് ലിങ്കിങ് മോണോമേഴ്സ് ഇൻ പോളിമർ, അതിൽ പെപ്റ്റൈഡ് ബോണ്ട്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. പിന്നെ സ്ട്രക്ചർ ഓഫ് DNA, ഇതും ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി, ഇതിൽ ടെമ്പറേച്ചർ ആൻഡ് pH, കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്, ഈ ഫാക്ടേഴ്സ് പഠിക്കുവാനുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലാച്ചർ ഓഫ് എൻസൈംസ് മുഴുവനും പഠിക്കണം. കോഫാക്ടേഴ്സ് എന്ന ടോപ്പിക്ക് മുഴുവനും പഠിക്കണം. നമുക്ക് ഓരോ ടോപ്പിക്കുകളായിട്ട് നോക്കാം. ആദ്യം പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിലെ ഈ ഒരു ചാർട്ടാണ്. അപ്പോൾ ഇതിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്, ആ ഒരു കാറ്റഗറിയാണ് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ആ കാറ്റഗറിയിൽ വരുന്ന കുറേ മോളിക്യൂൾസ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതിൽ പിഗ്മെൻറ്റ്സ്, ആ കാറ്റഗറിയിൽ കരോട്ടിനോയിഡ്സ്, ആന്തോസയാനിൻസ്, ഈ രണ്ട് പേരാണ് ഓർക്കേണ്ടത്. ആൽക്കലോയിഡ്സിൽ മോർഫിൻ, കൊഡൈൻ. ടെർപ്പിനോയിഡ്സ് മോണോടെർപ്പിൻ, ഡൈടെർപ്പിൻ. എസൻഷ്യൽ ഓയിൽസ് ലെമൺ ഗ്രാസ് ഓയിൽ. ടോക്സിൻസ് ആബ്രിൻ, റിസിൻ. ലെക്റ്റിൻസ് കോൺകനാവാലിൻ എ. ഡ്രഗ്സ് വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ. പോളിമറിക് സബ്സ്റ്റൻസസ് റബ്ബർ, ഗംസ്, സെല്ലുലോസ്. അപ്പോൾ ഈ ഒരു ചാർട്ട് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. പല മോഡലിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ പേരുകൾ ഒന്നുകൂടെ വായിക്കാം. പിഗ്മെൻറ്റ്സ്, കരോട്ടിനോയിഡ്സ്, ആന്തോസയൻസ്. ആൽക്കലോയിഡ്സ് മോർഫിൻ, കൊഡൈൻ. ടെർപ്പിനോയിഡ്സ് മോണോടെർപ്പിൻസ്, ഡൈടെർപ്പിൻസ്. എസൻഷ്യൽ ഓയിൽസ് ലെമൺ ഗ്രാസ് ഓയിൽ. ടോക്സിൻസ് ആബ്രിൻ, റിസിൻ. ലെക്റ്റിൻസ് കോൺകനാവാലിൻ എ. ഡ്രഗ്സ് വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ. പോളിമറിക് സബ്സ്റ്റൻസസ് റബ്ബർ, ഗംസ്, സെല്ലുലോസ്. അപ്പോൾ ഇതെല്ലാം ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നതെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിൾസ് ആണെന്നുള്ളത്, ആ കാറ്റഗറി ആണെന്നുള്ളത് ഓർക്കുക. ഇനി ചോദിക്കാവുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽസ് നോക്കാം. നോട്ട് ദ റിലേഷൻഷിപ്പ് ഓഫ് ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ദ സെക്കൻഡ് പെയർ. ആൽക്കലോയിഡ്സ് മോർഫിൻ, ടെർപ്പിനോയിഡ്സ് ഡാഷ്. ഇപ്പോൾ ആൽക്കലോയിഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് മോർഫിൻ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെർപ്പിനോയിഡിന് ഒരു എക്സാമ്പിൾ എഴുതുക എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മോണോ ടെർപ്പിൻസോ ഡൈടെർപ്പിൻസോ ആൻസറായിട്ട് എഴുതാം. ഇനി ടോക്സിൻസ് ആബ്രിൻ. ഇപ്പോൾ ടോക്സിൻസിന് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ആബ്രിൻ തന്നിട്ടുണ്ട്. ഇനി ലെക്റ്റിൻസിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കോൺകനാവാലിൻ എ, നമുക്ക് ആൻസർ എഴുതാം. ഡ്രഗ്സ് വിൻബ്ലാസ്റ്റിൻ കൊടുത്തിട്ടുണ്ട്. ഡ്രഗ്സിന് എക്സാമ്പിളായിട്ട് വിൻബ്ലാസ്റ്റിൻ കൊടുത്തിട്ടുണ്ട്. പിഗ്മെൻറ്റ്സിന് എക്സാമ്പിളായിട്ട് എഴുതുക. ഇവിടെ കരോട്ടിനോയിഡ്സ് ഉണ്ട്, ആന്തോസയാനിസിനുണ്ട്, ഏത് വേണേലും എഴുതാം. അപ്പോൾ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പോളിമറിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇവിടെ നമുക്ക് പോളിമറിക് സബ്സ്റ്റൻസിന് എക്സാമ്പിളായിട്ട് റബ്ബർ, ഗംസ്, സെല്ലുലോസ്, 3 എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ തന്നിട്ടുണ്ട്, മോർഫിൻ. അപ്പോൾ മോർഫിൻ എന്ന് പറയുന്നത് ആൽക്കലോയിഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ആൻസറായിട്ട് എഴുതാൻ പറ്റുന്നത് മോർഫിനാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആബ്രിൻ ആൻഡ് റിസിൻ ആർ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഐഡൻറ്റിഫൈ ദ കാറ്റഗറി ഇൻ വിച്ച് ദേ ആർ ഇൻക്ലൂഡഡ്. അപ്പം അങ്ങനെയും ചോദിക്കാം ക്വസ്റ്റ്യൻ. ആബ്രിനും റിസിനും സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്.
ഐഡൻറ്റിഫൈ ദ കാറ്റഗറി ഇൻ വിച്ച് ദേ ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ ഏത് സെക്കൻഡറി മെറ്റബോളൈറ്റിൻ്റെ കാറ്റഗറിയിലാണ് ആബ്രിനും റിസിനും വരുന്നത്? ആൻസർ ഇവിടെ ഉണ്ട്. എന്താണ്? ടോക്സിൻസ് ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനും ഈ ഒരു ചാർട്ട് വെച്ചുകൊണ്ട് ചോദിക്കാം. ഇനി അല്ലെങ്കിൽ ഇതാ നോക്കൂ, ഇതുപോലെ കോളം എയും ബിയും തന്നിരുന്നിട്ട് അതിനെ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിഗ്മെൻറ്റ്, ആൽക്കലോയിഡ്, ടെർപ്പിനോയിഡ്, ടോക്സിൻ, ലെക്റ്റിൻ. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ഇവിടെ നിന്ന് കണ്ടെത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. മെറ്റബോളൈറ്റ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് കോൺസ്റ്റൻ്റ്ലി യൂട്ടിലൈസ്ഡ് ഇൻ വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇൻ ദ സെൽസ്. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. അപ്പോൾ അതും ഒരു പോസിബിൾ മോഡലാണ്. ഏതെങ്കിലും 2 സെക്കൻഡറി മെറ്റബോളൈറ്റിന് എക്സാമ്പിൾ എഴുതുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ കാറ്റഗറിയിലുള്ള ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഈ എക്സാമ്പിൾസ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എഴുതിയാലും ആൻസർ ശരിയായിരിക്കും, ഫുൾ മാർക്കും കിട്ടും. ഇനി പ്രോട്ടീൻസിലേക്ക് വരുമ്പോൾ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസിനെ സംബന്ധിച്ചൊരു ചാർട്ടുണ്ട്. അവിടെയും ഇതുപോലെ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് പ്രോട്ടീൻസിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ അതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് കൊളാജൻ, ഇൻ്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ട്രിപ്സിൻ എൻസൈം, ഇൻസുലിൻ ഹോർമോൺ, ആൻറ്റിബോഡി ഫൈറ്റ്സ് ഇൻഫെക്ഷ്യസ് ഏജൻസ്, റിസപ്റ്റർ സെൻസറി റിസപ്ഷൻ സ്മെല്ല്, ടേസ്റ്റ്, ഹോർമോൺ എക്സെട്ര, GLUT4 എനേബിൾസ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽസ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പ്രോട്ടീനിൻ്റെ പേരും റൈറ്റ് സൈഡിൽ അതിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടും നേരത്തെ ചോദിച്ച അതേ മോഡൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇവിടെയും എക്സ്പെക്റ്റ് ചെയ്യാം. സെലക്ട് ദ റോങ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ്: കൊളാജൻ ഇൻ്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ഇൻസുലിൻ ഹോർമോൺ, ആൻറ്റിബോഡി സെൻസറി റിസപ്ഷൻ, ട്രിപ്സിൻ എൻസൈം. അപ്പോൾ ഇതിൽ റോങ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ആൻറ്റിബോഡി സെൻസറി റിസപ്ഷനാണ് റോങ്ലി മാച്ച്ഡ്. കൊളാജൻ ഇൻ്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് തന്നെ, ഇൻസുലിൻ ഹോർമോണാണ്, ട്രിപ്സിൻ ഒരു എൻസൈമുമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻ ആക്ട് ആസ് ദ ഇൻ്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്? അപ്പോൾ അങ്ങനത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് തന്നിരിക്കുന്ന പ്രോട്ടീനിൽ ഏതാണ് ഇൻ്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്? ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നതാണ് കൊളാജനാണ് ഇൻ്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ ഇതിലുള്ള ഏത് വേണമെങ്കിലും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ ചോദിക്കാം. ഇനി ഇങ്ങനെയും ചോദിക്കാം: നോട്ട് ദ റിലേഷൻഷിപ്പ് ഓഫ് ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ദ സെക്കൻഡ് പെയർ. കൊളാജൻ ഇൻ്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. അപ്പോൾ അതാണെങ്കിൽ ആൻറ്റിബോഡി അതിൻ്റെ ഫങ്ഷൻ നമ്മളിവിടെ എന്താ? ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ്. ട്രിപ്സിൻ എൻസൈമാണ്, ഇൻസുലിൻ എന്താണ്? ഹോർമോണാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രോട്ടീൻസ് ക്യാരി മെനി ഫങ്ഷൻസ് ഇൻ ലിവിങ് ഓർഗാനിസം. ലിസ്റ്റ് എനി 4 ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിൻ്റെ ഏതെങ്കിലും 4 ഫങ്ഷൻസ് എഴുതാൻ. അപ്പോൾ നമുക്കിവിടെ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് ഇതാ ഈ ചാർട്ടിൽ നമ്മൾ കുറേ ഫങ്ഷൻസ് പഠിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും പ്രോട്ടീൻസ് ആക്ട് ആസ് ഇൻ്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, പ്രോട്ടീൻസ് ആക്ട് ആസ് എൻസൈംസ്, പ്രോട്ടീൻസ് ആക്ട് ആസ് ഹോർമോൺസ്, പ്രോട്ടീൻസ് ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ രീതിയിൽ നമുക്ക് ഈ ഫങ്ഷൻസ് ഏത് വേണമെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് വേണമെങ്കിലും എഴുതാം. ഇനി സ്ട്രക്ചറൽ ലെവൽസ് ഓഫ് പ്രോട്ടീൻസിൽ നമ്മൾ 4 സ്ട്രക്ചറൽ ലെവൽ പഠിക്കുന്നുണ്ട്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷറി സ്ട്രക്ചർ ആൻഡ് ക്വാട്ടേർണറി സ്ട്രക്ചർ. അപ്പോൾ ഈ 4 സ്ട്രക്ചറും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ എ പ്രോട്ടീൻ മോളിക്യൂൾ. ഒരു പ്രോട്ടീൻ മോളിക്യൂളിൽ അമിനോ ആസിഡ് ഒന്നിനു പുറകിൽ ഒന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. എ പ്രോട്ടീൻ ഈസ് ഇമാജിൻഡ് ആസ് എ ലയൺ. ദ ലെഫ്റ്റ് എൻഡ് റെപ്രസെൻറ്റ്സ് ദ ഫസ്റ്റ് അമിനോ ആസിഡ്. ലെഫ്റ്റ് എൻഡിൽ ഫസ്റ്റ് അമിനോ ആസിഡും റൈറ്റ് എൻഡിൽ ലാസ്റ്റ് അമിനോ ആസിഡുമാണ്. ഫസ്റ്റ് അമിനോ ആസിഡ് ഈസ് കാൾഡ് ദ എൻ ടെർമിനൽ അമിനോ ആസിഡ്. ഫസ്റ്റ് അമിനോ ആസിഡിനെ എന്ത് പേരിൽ വിളിക്കും? എൻ ടെർമിനൽ അമിനോ ആസിഡ് എന്ന് വിളിക്കും. ദ ലാസ്റ്റ് അമിനോ ആസിഡ് ഈസ് കാൾഡ് സി ടെർമിനൽ അമിനോ ആസിഡ്. സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ദ റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ ഫോം ഓഫ് പ്രോട്ടീൻസ് ആർ നോൺ എസ് സെക്കൻഡറി സ്ട്രക്ചർ. ഇപ്പോൾ റൈറ്റ് ഹാൻഡഡ് ആയിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന രീതിയിൽ ഹെലിക്കൽ രീതിയിൽ കാണുന്ന പ്രോട്ടീനെയാണ് നമ്മൾ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ ദിസ് ഫോം പ്രോട്ടീൻസ് ആർ ഫോൾഡഡ് ഇൻ ദ ഫോം ഓഫ് എ റിവോൾവിംഗ് സ്റ്റെയർ കേസ് നോൺ എസ് ഹെലിക്സ്.
ഒരു ചുറ്റുഗോവണിയോട് സാദൃശ്യമുള്ള രീതിയിലാണിത് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അതിനാണ് നമ്മൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ടെറിഷറി സ്ട്രക്ചറിനെ സംബന്ധിച്ച് പറയുമ്പോൾ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് ബെൻഡ് ആൻഡ് ഫോൾഡ് ടു അറ്റൈൻ എ 3-dimensional ഷേപ്പ്. അപ്പോൾ ടെറിഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൈമറി സ്ട്രക്ചറും സെക്കൻഡറി സ്ട്രക്ചറിലും വരുന്നത് എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് വരുന്ന സ്ട്രക്ചറാണ് ടെറിഷറി സ്ട്രക്ചർ. അപ്പോൾ ഈ ഫിഗർ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫിഗറാണ്, അതും പ്രത്യേകം നോക്കി വെക്കുക. ഇത് പ്രൈമറി സ്ട്രക്ചറിൻ്റെ ഫിഗറാണ്. ഈ പ്രൈമറി സ്ട്രക്ചറിൻ്റെ ഫിഗറിൽ അടുത്തത് ഫോൾഡ് ചെയ്ത് ഒരു റിവോൾവിംഗ് സ്റ്റെയർ കേസിൻ്റെ രൂപത്തിൽ ഹെലിക്കൽ സ്ട്രക്ചറിൽ മാറുന്നതിനെയാണ് നമ്മളതിനെ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെക്കൻഡറി സ്ട്രക്ചർ രണ്ട് രീതിയിൽ കാണുന്നുണ്ട്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ആൽഫ ഹെലിക്സ് എന്നുള്ള ഒരു മോഡലും കാണുന്നുണ്ട്, ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് എന്ന് പറയുന്ന മോഡലും കാണുന്നുണ്ട്. രണ്ട് രീതിയിലും ഹെലിക്കൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ഫോമും കൂടെ യുണൈറ്റ് ചെയ്തിട്ട് വരുന്ന മൂന്നാമത്തെ ഒരു 3-dimensional സ്ട്രക്ചറാണ് ടെറിഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറുകൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ഈ ഫിഗർ തന്നിട്ട് ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചറൽ ലെവൽ എന്ന് ചോദിക്കാം. ഈ ഫിഗറാണ് തന്നിരിക്കുന്നതെങ്കിൽ പ്രൈമറി സ്ട്രക്ചർ എന്നും, ഈ ഫിഗർ തന്നിരുന്നാൽ നമുക്ക് സെക്കൻഡറി സ്ട്രക്ചർ എന്നും, ഈ ഫിഗർ ആണെങ്കിൽ ടെറിഷറി സ്ട്രക്ചർ എന്നും ഐഡൻറ്റിഫൈ ചെയ്യണം. Tertiary structure is absolutely necessary for the many biological activities of proteins. ബയോളജിക്കൽ ആക്ടിവിറ്റീസ് എൻസൈംസിൻ്റെയും ഹോർമോൺസിൻ്റെയും ഒക്കെ ആക്ഷൻസ് നടക്കണമെങ്കിൽ പ്രോട്ടീൻസിന് ഒരു ടെറിഷറി സ്ട്രക്ചർ അത്യാവശ്യമാണ്. ഇനി ക്വാട്ടേണറി സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ മോർ ദാൻ ഓൾഡ് പോളിപെപ്റ്റൈഡ് യുണൈറ്റ് ടുഗദർ ടു ഫോം ദ കോംപ്ലിക്കേറ്റഡ് ഫോൾഡ് സ്ട്രക്ചർ കാൾഡ് ക്വാട്ടേണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിൻസ് ചേർന്നിട്ടാണ് ക്വാട്ടേണറി സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. ഹീമോഗ്ലോബിൻ മോളിക്യൂളിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ഉണ്ട്. 2 are identical known as alpha chains and other 2 are also identical known as beta chains. The alpha and beta chains fold together to form a compact globular structure of hemoglobin. ഹീമോഗ്ലോബിൻ്റെ ഈ ഒരു ക്വാട്ടേർണറി ഗ്ലോബുലാർ സ്ട്രക്ചറിന് കാരണമെന്ന് പറയുന്നത് അതിൻ്റെ 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ്. 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. അപ്പോൾ ഈ 4 ചെയിനുകളും ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വാട്ടേർണറി സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫിഗർ പ്രത്യേകം ഓർമ്മിക്കുക. ഈ ഫിഗർ കാണിക്കുന്നത്, ഫസ്റ്റ് ഫിഗർ ഈ കാണിക്കുന്നത് സെക്കൻഡറി സ്ട്രക്ചർ ഹെലിക്കൽ ഫോമാണ്. ഈ ബി എന്ന് പറയുന്ന ഈ ഫിഗർ കാണിക്കുന്നത് ടെറിഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസുമാണ്. അപ്പോൾ ഈ ഫിഗർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ ടെക്സ്റ്റിലുള്ള ഈ ഫിഗർ തന്നിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. പ്രൈമറി സ്ട്രക്ചറും സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷറി സ്ട്രക്ചർ, ക്വാട്ടേർണറി സ്ട്രക്ചർ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം എ ആൻഡ് ബി ഗിവൺ ബിലോ. വാട്ട് ഈസ് എ ആൻഡ് ബി? മെൻഷൻ ദ അതർ 2 ലെവൽസ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ. ഇപ്പോൾ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? സെക്കൻഡറി സ്ട്രക്ചറും ടെറിഷറി സ്ട്രക്ചറും. മെൻഷൻ ദ അതർ 2 ലെവൽസ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ. ഏതൊക്കെയാണ്? പ്രൈമറി സ്ട്രക്ചറും ക്വാട്ടേർണറി സ്ട്രക്ചറും. ഹീമോഗ്ലോബിൻ ഈസ് ആൻ അയൺ കണ്ടെയ്നിങ് പ്രോട്ടീൻ പ്രസൻറ്റ് ഇൻ ദ RBC. ഹൗ മെനി സബ് യൂണിറ്റ്സ് എ ഹീമോഗ്ലോബിൻ ഹാവ്? എത്ര സബ് യൂണിറ്റ്സ് ഉണ്ട്? 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട് അല്ലേ? നെയിം ദ സബ് യൂണിറ്റ്സ് ഇൻ ഹീമോഗ്ലോബിൻ. അതെന്തൊക്കെയാണ്? 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. ടു വിച്ച് പ്രോട്ടീൻ സ്ട്രക്ചർ ഇറ്റ് ബിലോങ്സ്? ഏത് സ്ട്രക്ചറാണ്? ഇറ്റ് ഈസ് എ ക്വാട്ടേർണറി സ്ട്രക്ചർ. റീറൈറ്റ് ദ ഗിവൺ സെൻറ്റൻസസ് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട്. അടിയിൽ വരയിട്ടിരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറൽ ലെവലുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡറി സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ എ പ്രോട്ടീൻ മോളിക്യൂൾ. അപ്പോൾ പ്രോട്ടീൻ മോളിക്യൂളിൻ്റെ ലീനിയർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സ്ട്രക്ചറാണത്? സെക്കൻഡറി സ്ട്രക്ചറാണോ? അല്ല, ഇറ്റ് ഈസ് എ പ്രൈമറി സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ എന്ത് കറക്റ്റ് ചെയ്ത് എഴുതണം? പ്രൈമറി സ്ട്രക്ചർ എന്ന് കറക്റ്റ് ചെയ്ത് എഴുതണം. അടുത്തത് നോക്കൂ. മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ചെയിൻസ് യുണൈറ്റ് ടുഗദർ ടു ഫോം ദ കോംപ്ലിക്കേറ്റഡ് ഫോൾഡഡ് സ്ട്രക്ചർ കാൾഡ് ടെറിഷറി സ്ട്രക്ചർ. അപ്പോൾ ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിൻ യുണൈറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് ടെറിഷറി സ്ട്രക്ചർ ആണോ? അല്ല, ഇറ്റ് ഈസ് ക്വാട്ടേർണറി സ്ട്രക്ചർ. അപ്പോൾ അതിവിടെ ക്വാട്ടേർണറി സ്ട്രക്ചർ എന്ന് കറക്റ്റ് ചെയ്ത് എഴുതണം. ദ റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ ഫോം ഓഫ് പ്രോട്ടീൻസ് ആർ നോൺ as പ്രൈമറി സ്ട്രക്ചർ. ഇപ്പോൾ റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ ഫോം എന്താണ്? പ്രൈമറി സ്ട്രക്ചർ അല്ല, സെക്കൻഡറി സ്ട്രക്ചറാണ്.
The polypeptide chains of protein molecules bend and fold to attain a three-dimensional shape called quaternary structure. പോളിപെപ്റ്റൈഡ് ചെയിൻസ് ബെൻഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് ഒരു 3-dimensional ഷേപ്പിലേക്ക് മാറുന്നത് ഏത് സ്ട്രക്ചറാണ്? ക്വാട്ടർണറി സ്ട്രക്ചർ അല്ല, അത് ടെറിഷറി സ്ട്രക്ചറാണ്. അപ്പോൾ അങ്ങനെ ഓരോ സ്ട്രക്ചറൽ ലെവലിൻ്റെയും കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഓർത്ത് വെച്ച് മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. സ്കിമാറ്റിക്കലി റെപ്രസെൻറ്റ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഇപ്പോൾ പ്രൈമറി സ്ട്രക്ചറും സെക്കൻഡറി സ്ട്രക്ചറും ഒന്ന് സ്കിമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ്. ഇനി 3 കെമിക്കൽ ബോണ്ടുകളെ കുറിച്ച് നമുക്ക് പഠിക്കണം. നാച്ചർ ഓഫ് ബോണ്ട്സ് ലിങ്കിങ് മോണോമേഴ്സ് ഇൻ പോളിമർ. ഏതൊക്കെ ബോണ്ടുകളാണ്? പെപ്റ്റൈഡ് ബോണ്ടും ഗ്ലൈക്കോസിഡിക് ബോണ്ടും ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടും. അപ്പോൾ അതിലാദ്യം പെപ്റ്റൈഡ് ബോണ്ട്സ്. പെപ്റ്റൈഡ് ബോണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന ബോണ്ടാണ് ദ കെമിക്കൽ ബോണ്ട് വിച്ച് കണക്ട് അമിനോ ആസിഡ്സ് ടുഗദർ ആർ നോൺ ആസ് പെപ്റ്റൈഡ് ബോണ്ട്. അമിനോ ആസിഡുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പും മറ്റൊരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കെമിക്കൽ ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഓർക്കേണ്ടത് അമിനോ ആസിഡുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. അല്ലെങ്കിൽ പ്രോട്ടീൻ മോളിക്യൂൾസിൽ കാണുന്ന കെമിക്കൽ ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഇനി അടുത്തത് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഗ്ലൈക്കോസിഡിക് ബോണ്ട് എവിടെയാണ് കാണാൻ സാധിക്കുക? കാർബോഹൈഡ്രേറ്റ്സിലാണ് കാണാൻ സാധിക്കുക അല്ലേ? കാർബോഹൈഡ്രേറ്റ്സിൽ മോണോസാക്കറൈഡുകളെ തങ്ങളിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. മോണോസാക്കറൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ മോണോസാക്കറൈഡ്സുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇനി എന്താ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്? ദ ബോണ്ട് ബിറ്റ്വീൻ ദ ഫോസ്ഫേറ്റ് ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ഷുഗർ ഈസ് ആൻ എസ്റ്റർ ബോണ്ട്. അപ്പോൾ DNA സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് DNA ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂളാണ്. അപ്പോൾ ഈ ഷുഗർ മോളിക്യൂളിനെയും ഫോസ്ഫേറ്റ് മോളിക്യൂളിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ടാണ് എസ്റ്റർ ബോണ്ട്. ഒരു ഷുഗർ മോളിക്യൂള് ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളുമായിട്ടും തൊട്ടടുത്ത ഷുഗർ മോളിക്യൂളുമായിട്ടും കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ 2 എസ്റ്റർ ബോണ്ട്, ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു, അടുത്ത് ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഷുഗർ മോളിക്യൂളിനെ സംബന്ധിച്ച് ഇവിടെയും മുകളിലും താഴെയും ഓരോ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് ഈ ബോണ്ടിനെ നമ്മൾ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നു. ആസ് ദെയർ ഈസ് വൺ സച്ച് എസ്റ്റർ ബോണ്ട് ഓൺ എയ്തർ സൈഡ് ഇറ്റ് ഈസ് കാൾഡ് എ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. അങ്ങനെ 3 ബോണ്ടുകളാണ് പെപ്റ്റൈഡ് ബോണ്ട്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് എവിടെയാണ് കാണുന്നത്? DNA മോളിക്യൂളിൽ ഷുഗർ മോളിക്യൂളിനെയും ഫോസ്ഫേറ്റ് മോളിക്യൂളിനെയും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് കാണുന്ന ബോണ്ടാണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ ഡാഷ് ബോണ്ട്. എന്താണ് ആൻസർ? പെപ്റ്റൈഡ് ബോണ്ട്. നെയിം ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ദ ഫോളോയിങ്. അമിനോ ആസിഡ്സ് ഇൻ എ പ്രോട്ടീൻ മോളിക്യൂൾ. ആൻസർ പെപ്റ്റൈഡ് ബോണ്ട്. ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഇൻ എ ന്യൂക്ലിക് ആസിഡ്. അവിടെ ആൻസർ എന്താണ്? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. നെയിം ദ ബയോ മാക്രോ മോളിക്യൂൾ ദറ്റ് ഈസ് പോളിമർ ഇൻ വിച്ച് പെപ്റ്റൈഡ് ബോണ്ട് ഈസ് പ്രസൻറ്റ്. അപ്പോൾ ആ മോളിക്യൂളിൻ്റെ പേരാണ് എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. നെയിം ദ ബയോ മാക്രോ മോളിക്യൂൾ. അപ്പോൾ മാക്രോ മോളിക്യൂൾ അവിടെ ആരാണ്? പ്രോട്ടീൻസ് ആണ് അല്ലേ? പ്രോട്ടീൻസിൽ കാണുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. നെയിം ദ ബോണ്ട് പ്രസൻറ്റ് ബിറ്റ്വീൻ ഫോസ്ഫേറ്റ് ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ഷുഗർ ഇൻ ന്യൂക്ലിക് ആസിഡ്. എന്ത് ബോണ്ടാണ്? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. The chemical shown below is glycine, an amino acid. Name the bond produced when another compound of the same category combines with this. അപ്പോൾ ഇവിടെ ഗ്ലൈസിൻ്റെ ഒരു സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു മോളിക്യൂള് കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതും സെയിം തന്നെയാണ്. എന്താണ് ആൻസർ? പെപ്റ്റൈഡ് ബോണ്ട്. If a number of such molecule bonded together, what will be the resultant molecule? ഇതുപോലെ ഒരുപാട് മോളിക്യൂൾസ് ബോണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് മോളിക്യൂളിനെ ഏത് പേരിൽ വിളിക്കാം? നമുക്ക് പോളിപെപ്റ്റൈഡ് എന്ന് വിളിക്കാം. പോളിപെപ്റ്റൈഡ് മോളിക്യൂൾസ് എന്ന് വിളിക്കാം.
ഇനി അടുത്ത് DNA-യുടെ സ്ട്രക്ചർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിൽ DNA-യുടെ സ്ട്രക്ചർ. അപ്പോൾ DNA-യുടെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൽ 4 നൈട്രജൻ ബേസസ് ഉണ്ട്. ആ 4 നൈട്രജൻ ബേസസിൻ്റെയും കാറ്റഗറി ഒന്ന് ഓർത്ത് വയ്ക്കണം. അതിൽ സൈറ്റോസിൻ, തൈമിൻ ഇത് രണ്ടും പിരമിഡൈൻ ബേസസ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അഡിനൈനും ഗുവാനൈനും പ്യൂറൈൻ ബേസസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ DNA-യിൽ വരുന്ന ഷുഗറാണ് ഡിയോക്സി റൈബോസ് ഷുഗർ. അപ്പോൾ അഡിനൈൻ, ഗുവാനൈൻ പ്യൂറൈൻ ബേസസ് ആണ്. തൈമിനും സൈറ്റോസിനും പിരമിഡൈൻ ബേസസ് ആണ്. ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ പിക്ചർ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ പിക്ചർ ഒന്ന് നോക്കി വയ്ക്കുക. അഡിനൈൻ എന്ന് പറയുന്നത് പ്യൂറൈൻ കോമ്പൗണ്ടാണ്. പ്യൂറൈൻ കോമ്പൗണ്ടിന് 2 ഹെട്രോസൈക്ലിക് റിംഗ് ഉണ്ടാവും. ഇത് പ്യൂറൈൻ മോളിക്യൂളാണ്. യുറാസിൽ എന്ന് പറയുന്നത് പിരമിഡൈൻ മോളിക്യൂളാണ്. ഈ 2 ഫിഗറും നോക്കി വയ്ക്കുക. ഇനി ഓർക്കേണ്ടത് ഈ അഡിനൈൻ എന്ന് പറയുന്ന മോളിക്യൂളിന് റൈബോസ് എന്ന് പറയുന്ന ഷുഗറും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് അഡിനോസിൻ. അഡിനൈനും ഈ ഒരു സ്ട്രക്ചർ ഇവിടെ പേര് കൊണ്ട് മാത്രം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അഡിനൈൻ്റെ കൂടെ റൈബോസ് ഷുഗർ ചേരുമ്പോൾ കിട്ടുന്ന ന്യൂക്ലിയോസൈഡാണ് അഡിനോസിൻ. അതുപോലെ യുറാസിലിന് റൈബോസ് ഷുഗർ ചേരുമ്പോൾ കിട്ടുന്ന ന്യൂക്ലിയോസൈഡാണ് യുറിഡീൻ. പിന്നെ ഒരു ന്യൂക്ലിയോടൈഡിനുള്ള എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ഈ അഡിനോസിൻ അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് മോളിക്യൂളും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ന്യൂക്ലിയോടൈഡാണ് അഡിനിലിക് ആസിഡ്. അപ്പോൾ ഈ ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇനി ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA സംബന്ധിച്ച് ഓർക്കേണ്ട പോയിന്റ്സ്. വാട്സൺ, ക്രിക്ക് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുമാരാണ് DNA-യുടെ ഈ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ഇതിൽ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA ആണ് പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ടത്. എന്തൊക്കെയാണ്? DNA ഈസ് മേഡ് ഓഫ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ്. 2 ന്യൂക്ലിയോടൈഡ് ചെയിൻസ് ചേർന്നാണ് DNA-യുടെ ബാക്ക് ബോൺ ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂളാണ് അതിൻ്റെ ഈ ഒരു സ്ട്രക്ചറിൽ വരുന്നത്. ആൻഡ് ദ ബേസസ് പ്രൊജക്റ്റ് ഇൻസൈഡ്. ഇപ്പോൾ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ്. അതിൻ്റെ ബാക്ക് ബോൺ ഫോം ചെയ്തിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂളാണ് ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇതിൽ നൈട്രജൻ ബേസസ് അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണിത് ഫോം ചെയ്തിട്ടുള്ളത്. The 2 chains have anti-parallel polarity. That is, one chain has the polarity 5' to 3'. The other has 3' to 5'. ഇപ്പോൾ ഒരു ചെയിന് 5' 3' ഓറിയൻറ്റേഷനിലാണെങ്കിൽ അടുത്ത ചെയിന് 3' 5' ഓറിയൻറ്റേഷനിലായിരിക്കും. The bases in 2 strands are paired through hydrogen bond, forming base pairs. Adenine forms 2 hydrogen bonds with thymine from opposite strand. Similarly, guanine is bonded with cytosine with 3 hydrogen bonds. അപ്പോൾ ബേസസ് അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണുമെന്ന് പറഞ്ഞു. ഈ ബേസസിനെ തങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ട് കാണുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ അഡിനൈൻ, തൈമിൻ ബേസ് പെയർ എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗുവാനിൻ, സൈറ്റോസിൻ ബേസ് പെയർ എന്ന് പറയുന്നത് 3 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈച്ച് സ്ട്രാൻഡ് അപ്പിയേഴ്സ് ലൈക്ക് എ ഹെലിക്കൽ സ്റ്റെയർകേസ്. ഓരോ സ്ട്രാൻഡും ഒരു ഹെലിക്കൽ സ്റ്റെയർകേസ് പോലെയാണ് കാണുന്നത്. ഈച്ച് സ്റ്റെപ്പ് ഓഫ് അസെൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ പെയർ ഓഫ് ബേസസ്. അപ്പോൾ ഒരു പെയർ ബേസ് ഇങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്കും അവിടെ 36 ഡിഗ്രി ടേൺ ചെയ്തിട്ടുണ്ടാകും. 1 full turn of the helical strand would involve 10 steps or 10 base pairs. അപ്പോൾ അത് 360 ഡിഗ്രി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും അവിടെ 10 ബേസ് പെയേഴ്സ് ഉണ്ടാകും. The 2 chains are coiled in a right-handed fashion. Right-handed ഫാഷനിലാണ് അത് കോയിൽ ചെയ്തിട്ടുള്ളത്. The pitch of the helix is 34 angstrom. 34 angstrom ആണ് ഒരു ചുറ്റിൽ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ 360 ഡിഗ്രി കറങ്ങി വരുമ്പോൾ 34 angstrom തിരിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിന് 3.4 നാനോമീറ്റർ എന്ന ഡിസ്റ്റൻസ് കൊണ്ട് പറയാം. And roughly 10 base pairs in each turn. Consequently, the distance between a base pair in a helix is approximately equal to 3.4 angstrom. അപ്പോൾ അടുത്തടുത്തുള്ള 2 ബേസ് പെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3.4 ആങ്സ്ട്രം ആണ്.
അല്ലെങ്കിൽ നാനോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.34 നാനോമീറ്റർ ആണ്. This form of DNA with the above mentioned salient features is called bDNA. അപ്പോൾ ഈ ഒരു റൈറ്റ് ഹാൻഡഡ് കോയിൽഡ് ഫോമിനെയാണ് നമ്മൾ bDNA എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ നോക്കൂ. പോളിന്യൂക്ലിയോളിറ്റൈഡ് ചെയിനിൽ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഉണ്ട്. അതിൽ ബേസസ് അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണും. ആൻറ്റി പാരലൽ പൊളാരിറ്റിയാണ്. ഒരു ചെയിനിൻ്റെ പൊളാരിറ്റി 5' to 3' ആണെങ്കിൽ അടുത്ത ചെയിനിൻ്റെ പൊളാരിറ്റി 3' to 5' ആണ്. ബേസസിനെ പരസ്പരം കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ്. അഡിനൈൻ തൈമിനുമായിട്ട് പെയർ ചെയ്യുന്നത് 2 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ്. ഗോനൈൻ സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യുന്നത് 3 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിനും ascent is represented by a pair of bases. Each ascent the strand turns 360 degree. ഓരോ 36 ഡിഗ്രി ഓരോ പെയർ കഴിയുമ്പോഴും 36 ഡിഗ്രി തിരിയും. 1 ഫുൾ ടേൺ എന്ന് പറയുമ്പോൾ എന്താണ് 10 സ്റ്റെപ്പ് അല്ലെങ്കിൽ 10 ബേസ് പെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ 2 ചെയിനും റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് അത് കോയിൽ ചെയ്തിരിക്കുന്നത്. പിച്ച് ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത് 34 ആങ്സ്ട്രം ആണ്. ഒരു പിച്ചിൽ എത്രയുണ്ട് 10 ബേസ് പെയേഴ്സ് ഉണ്ടാകും. അടുത്തടുത്തുള്ള 2 ബേസ് പെയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 3.4 ആങ്സ്ട്രം ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സാലിയൻറ്റ് ഫീച്ചേഴ്സിൽ നോക്കാനുള്ളത്. ഇതിൽ നിന്നും ചോദിക്കാവുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ദ ബാക്ക് ബോൺ ഇൻ DNA ഈസ് ഫോംഡ് ബൈ. DNAയുടെ ബാക്ക് ബോൺ ഫോം ചെയ്തിരിക്കുന്നത് ആരൊക്കെ ചേർന്നാണ്? ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ. DNA is formed of 2 polynucleotide chain and each chain made of number of nucleotides. What are the 3 chemically distinct components in a nucleotide? What are the 3 chemically distinct components in a nucleotide? ന്യൂക്ലിയോടൈഡിൽ കാണുന്ന 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കെമിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ്? നൈട്രജൻ ബേസസ്, ഷുഗർ മോളിക്യൂള്, ഫോസ്ഫേറ്റ് മോളിക്യൂൾ. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ് ഇൻ DNA? DNAയിൽ കാണുന്ന 2 ടൈപ്പ് നൈട്രജൻ ബേസസ് ആരൊക്കെയാണ്? DNAയിൽ കാണുന്ന 2 ടൈപ്പ് നൈട്രജൻ ബേസസ് പ്യൂറൈൻ ബേസസും പിരമിഡൈൻ ബേസസും. ഷുഗർ ഇൻ DNA ഈസ് കാൾഡ്. DNAയിൽ കാണുന്ന ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ. ഐഡൻറ്റിഫൈ ദ മോളിക്യൂൾസ് ഡിനോട്ടഡ് ആസ് A and B. നെയിം ദ മോളിക്യൂൾ ഫോംഡ് വെൻ A കമ്പൈൻസ് വിത്ത് എ ഷുഗർ മോളിക്യൂൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യുക. എ എന്താണ് ഇവിടെ? അഡിനൈൻ എന്ന് പറയുന്ന പ്യൂറൈൻ ബേസസ് ആണ്. ബി എന്താണ്? യുറാസിൽ എന്ന് പറയുന്ന പിരമിഡൈൻ ബേസ് ആണ്. നെയിം ദ മോളിക്യൂൾ ഫോംഡ് വെൻ എ കമ്പൈൻസ് വിത്ത് എ ഷുഗർ മോളിക്യൂൾ. അപ്പോൾ എ എന്ന് പറയുന്നത് ആരാ ഇവിടെ? അഡിനൈൻ. അഡിനൈൻ ഷുഗറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മോളിക്യൂൾ ഏതെന്ന് പേരെഴുതാനാണ്. എന്താണ്? ഇതാ ഇവിടെ കാണുന്ന മോളിക്യൂളാണ് അല്ലേ? അഡിനൈന് ഷുഗറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മോളിക്യൂൾ ഏതാണ്? അഡിനോസിൻ. അഡിനോസിൻ അല്ലെങ്കിൽ നമുക്കതൊരു ന്യൂക്ലിയോസൈഡ് എന്ന് പറയാം. അഡിനോസിൻ ഓർ ന്യൂക്ലിയോസൈഡ് ഈസ് ദ ആൻസർ. ഐഡൻറ്റിഫൈ ദ മോളിക്യൂൾ ഗിവൺ ബിലോ. ഈ മോളിക്യൂളിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? അഡിനൈനും ഉണ്ട്, പിന്നെ ഷുഗർ മോളിക്യൂളും ഉണ്ട്. അപ്പോൾ എന്താണിത്? അഡിനോസിനാണ്. അഡിനോസിനാണ് ആൻസർ. നെയിം ദ മോളിക്യൂൾ ഫോംഡ് വെൻ എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കമ്പൈൻസ് വിത്ത് ദിസ് മോളിക്യൂൾ. ഈ ഗ്രൂപ്പിനോട്, ഈ മോളിക്യൂളിനോട് ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചേരുമ്പോൾ കിട്ടുന്ന മോളിക്യൂൾ എന്താണ്? എന്താണ് മോളിക്യൂള്? ഇവിടെ ഇത് അഡിനോസിനാണ്. അഡിനോസിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ചേരുമ്പോൾ കിട്ടുന്ന മോളിക്യൂൾ എന്താണ്? അഡിനിലിക് ആസിഡ് എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡാണ്. അഡിനിലിക് ആസിഡ് എന്നുള്ള ന്യൂക്ലിയോടൈഡാണ്. വാട്ട് വിൽ ബി ദ പിച്ച് ഓഫ് bDNA ഇൻ ആങ്സ്ട്രം? ഒരു പിച്ച് എത്ര ആങ്സ്ട്രമാണ്? 34 ആങ്സ്ട്രം. റൈറ്റ് ഡൗൺ എനി 4 സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് DNA. DNA ഡബിൾ ഹെലിക്സിൻ്റെ ഏതെങ്കിലും 4 സാലിയൻറ്റ് ഫീച്ചേഴ്സ് എഴുതുക. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യന് ചോദിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് എൻസൈംസ് എന്നുള്ള ടോപ്പിക്ക്. എൻസൈംസിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. ഫാക്ടേഴ്സ് ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. അതിൽ ടെമ്പറേച്ചർ, pH, കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്, ഈ 3 ഫാക്ടേഴ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.
Enzymes generally function in a narrow range of temperature and pH. Each enzyme shows its highest activity at a particular temperature and pH called the optimum temperature and optimum pH. ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. pHും ടെമ്പറേച്ചറിനെയും ബേസ് ചെയ്തിട്ട് എൻസൈം ആക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളത്. pH കൂടുന്നതിനനുസരിച്ച് എൻസൈം ആക്ടിവിറ്റി കൂടുന്നു, സെയിം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എൻസൈം ആക്ടിവിറ്റിയും കൂടുന്നു. അതൊരു ഒപ്റ്റിമം വാല്യൂവിലേക്ക്, ഒരു മാക്സിമം വാല്യൂവിലേക്ക് എത്തുന്നു. പിന്നെ അതിനുശേഷം pH കൂടിയാലും ടെമ്പറേച്ചർ കൂടിയാലും എൻസൈം ആക്ടിവിറ്റി കൂടുന്നില്ല. ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബോത്ത് ബിലോ ആൻഡ് എബവ് ദ ഒപ്റ്റിമം വാല്യൂ. ഒപ്റ്റിമം വാല്യൂവിൻ്റെ മുകളിൽ താഴെയും വാല്യൂ എൻസൈമിൻ്റെ ആക്ടിവിറ്റി പിന്നെ കൂടുന്നില്ല. അപ്പോൾ pHനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ബോഡി pH ആണ് അതിൻ്റെ ഒപ്റ്റിമം വാല്യൂ. അതുപോലെ ടെമ്പറേച്ചറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചറാണ് ഒപ്റ്റിമം വാല്യൂ. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ എൻസൈമിന് എന്ത് സംഭവിക്കുന്നു, ഹൈ ടെമ്പറേച്ചറിന് എൻസൈമിന് എന്ത് സംഭവിക്കുന്നു, അത് സ്ഥിരം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോ ടെമ്പറേച്ചർ പ്രിസർവ്സ് ദ എൻസൈം ഇൻ എ ടെമ്പററിലി ഇനാക്റ്റീവ് സ്റ്റേറ്റ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്, താഴ്ന്ന ടെമ്പറേച്ചറിൽ, ബോഡി ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിലാണ് എൻസൈം ആക്ടിവിറ്റി നടക്കുന്നതെങ്കിൽ എൻസൈം എന്തായിരിക്കും, ടെമ്പററിലി ഇനാക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും. എന്നാൽ ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഡിസ്ട്രോയ്സ് എൻസൈം ആക്ടിവിറ്റി ബിക്കോസ് പ്രോട്ടീൻസ് ആർ ഡീനാച്ചുവേർഡ് ബൈ ഹീറ്റ്. ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ എൻസൈം എന്തായി പോകും, ഡീനാച്ചുവേർഡ് ആയി പോകും. അതിൻ്റെ നാച്ചുറൽ കെമിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഹൈ ടെമ്പറേച്ചർ എൻസൈംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് ഓർമ്മിക്കുക. ലോ ടെമ്പറേച്ചർ പ്രിസർവ്സ് ദ എൻസൈം ഇൻ എ ടെമ്പററിലി ഇനാക്റ്റീവ് സ്റ്റേറ്റ്, whereas high temperature destroys enzymatic activity because proteins are denatured by heat. ഇനി കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് ചെയ്യുന്നു, വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇവിടെ y ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്, എൻസൈം ആക്ടിവിറ്റി ഇവിടെ x ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇവിടെ കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിയും എന്ത് ചെയ്യുന്നു, കൂടുന്നു. എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ, സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി ഓഫ് റിയാക്ഷനും കൂടുന്നു. അതൊരു മാക്സിമം വാല്യൂവിലേക്ക് എത്തുന്നു. ആ മാക്സിമം വാല്യൂവിനെയാണ് Vmax എന്നിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, Vmax. അതിനുശേഷം പിന്നെ നമ്മൾ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്ര കൂട്ടിയാലും എൻസൈം ആക്ടിവിറ്റി ഒരേ സ്പീഡിൽ തന്നെ പോകും, കൂടത്തില്ല, കുറയത്തില്ല, ഒരേ രീതിയിൽ പോകും. ഇനി മറ്റൊരു പോയിന്റ് മനസ്സിലാക്കാനുള്ളത്, ഇവിടെ Vmax എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, മാക്സിമം വാല്യൂ. ഈ Vmax വാല്യൂവിൻ്റെ പകുതി, ദാറ്റ് ഈസ് Vmax/2, ആ വെലോസിറ്റിയുടെ പകുതി, മാക്സിമം വെലോസിറ്റിയിൽ എൻസൈമാറ്റിക് റിയാക്ഷൻ നടക്കുന്ന കോൺസെൻട്രേഷൻ. അപ്പോൾ ആ വെലോസിറ്റിയുടെ പകുതി, അതിനെയാണ് Vmax/2 എന്ന് വിളിക്കുന്നത്. ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ആ വാല്യൂവിനെയാണ് നമ്മൾ Km കോൺസ്റ്റൻറ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Vmax/2 ഈസ് നോൺ as Km കോൺസ്റ്റൻറ്റ്. അപ്പോൾ Km കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനാണ്. സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഈ ലെവലിലെത്തുമ്പോൾ വെലോസിറ്റി ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ മൊത്തം വെലോസിറ്റിയുടെ പകുതിയായിരിക്കും. അതാണ് Km കോൺസ്റ്റൻറ്റ്. നോക്കൂ, the reaction with the increase in substrate concentration, the velocity of the enzymatic reaction rises at first rise ചെയ്യുന്നു. The reaction ultimately reaches a maximum velocity that is known as Vmax, which is not exceeded by any further rise in concentration of the substrate. അത് പിന്നെ കോൺസെൻട്രേഷൻ കൂട്ടിയാലും ആ Vmax വാല്യൂ മാറുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. This is because the enzyme molecules are fewer than the substrate molecules. And after saturation of these molecules, there are no free enzyme molecules to bind with the additional substrate molecule. അപ്പോൾ ഈ ഒരു പോയിന്റ് നന്നായിട്ട് ഓർത്ത് വെക്കേണ്ടതുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടാണ് വിമാക്സ് വാല്യൂവിൽ നിന്നും പിന്നെ അങ്ങോട്ട് കൂടാത്തത്? ഇപ്പോൾ മാക്സിമം ഒരു കോൺസെൻട്രേഷൻ്റെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എത്തിയാൽ പിന്നെയും സബ്സ്ട്രേറ്റിൻ്റെ അളവ് കൂട്ടിയാൽ വെലോസിറ്റി കൂടുന്നില്ല. കാരണം എന്താണ്? അവിടെ എൻസൈം മോളിക്യൂൾസിൻ്റെ എണ്ണം ലിമിറ്റഡ് ആണ്. സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള മാക്സിമം എൻസൈം മോളിക്യൂൾ എത്തുന്നത് വരെ വെലോസിറ്റി മാക്സിമത്തിലേക്ക് എത്തും. അപ്പോൾ മാക്സിമം എൻസൈം മോളിക്യൂൾസും സബ്സ്ട്രേറ്റ് മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ there are no free enzyme molecules to bind with the additional substrate molecule. പിന്നെയും സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഫ്രീ എൻസൈംസ് ഇല്ല. അതുകൊണ്ടാണ് പിന്നെ കോൺസെൻട്രേഷൻ കൂടിയാലും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ദിസ് ഈസ് ബിക്കോസ് ദ എൻസൈം മോളിക്യൂൾസ് ആർ ഫ്യൂവർ ദാൻ ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ്. ആൻഡ് ആഫ്റ്റർ സാച്ചുറേഷൻ ഓഫ് ദിസ് മോളിക്യൂൾസ് there are no free enzyme molecules to bind with the additional substrate molecule. സബ്സ്ട്രേറ്റ് മോളിക്യൂൾസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പിന്നെ ഫ്രീ ആയിട്ട് എൻസൈം മോളിക്യൂൾസ് ഉണ്ടാവില്ല. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. അനലൈസ് ദ ഗ്രാഫ് ഷോയിങ് ദ ആക്ടിവിറ്റി ഓഫ് ആൻ എൻസൈം ഇൻഫ്ലുവൻസ്ഡ് ബൈ ടെമ്പറേച്ചർ. വാട്ട് ഈസ് മീൻ ബൈ ഓപ്റ്റിമം ടെമ്പറേച്ചർ? ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാക്സിമം വെലോസിറ്റിയിൽ എൻസൈമാറ്റിക് റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ, അതാണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. വൈ ഡസ് എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ് അറ്റ് ടു ലോ ആൻഡ് ടു ഹൈ ടെമ്പറേച്ചർ? എൻസൈം ആക്ടിവിറ്റി ടു ലോ ടെമ്പറേച്ചറിൽ എൻസൈംസ് എന്തായി പോവും? ഇനാക്റ്റീവായിട്ട് പോകും. ഹൈ ടെമ്പറേച്ചറിൽ എൻസൈംസ് എന്തായി പോവും? ഡീനാച്ചുവേർഡ് ആയി പോവും. അപ്പോൾ 2 പോയിന്റ് ഓർത്തു വയ്ക്കുക. Analyze the graph showing the activity of salivary amylase. Which is the optimum temperature for salivary amylase from the graph? അപ്പോൾ ഈ ഗ്രാഫ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓപ്റ്റിമം ടെമ്പറേച്ചർ എത്രയാണ്? അപ്പോൾ മാക്സിമം വെലോസിറ്റിയിൽ നടക്കുന്ന ടെമ്പറേച്ചർ തന്നെയാണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. എത്രയാണ്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ്. വൈ ദ ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബിലോ ദ ഓപ്റ്റിമം വാല്യൂ? ഓപ്റ്റിമം വാല്യൂവിനേക്കാളും താഴെയായിരുന്നാൽ എന്തുകൊണ്ട് ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു? എൻസൈംസ് എന്തായി പോകുന്നു? ഇനാക്റ്റീവ് ആയി പോകുന്നു. ലോ ടെമ്പറേച്ചറിൽ എൻസൈം ഇനാക്റ്റീവ് ആകുന്നു. ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ എൻസൈംസ് ഡീനാച്ചുവേർഡ് ആയി പോകുന്നു, ഡിസ്ട്രോയിഡ് ആയി പോകുന്നു. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഓൺ എൻസൈം ആക്ടിവിറ്റി ഈസ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ്. After reaching a maximum velocity, Vmax, the reaction is not exceeded by any further rise in concentration of the substrate. Explain. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? വിമാക്സ് വാല്യൂവിനേക്കാളും കൂടിയാൽ പിന്നെ എന്ത് ചെയ്യുന്നില്ല? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടിയാലും വെലോസിറ്റി കൂടുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ് പറഞ്ഞു? there are no free enzymes for binding with the additional substrate molecule. ഇപ്പോൾ കൂടുതലായി ചേർക്കുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂളിനോട് ബൈൻഡ് ചെയ്യാനായിട്ട് ആരില്ല? ഫ്രീ എൻസൈംസ് ഇല്ല. അതുകൊണ്ട് വെലോസിറ്റി കൂടുന്നില്ല. മെൻഷൻ എനി 2 other factors that affect enzyme activity. എൻസൈം ആക്ടിവിറ്റി അഫക്റ്റ് ചെയ്യുന്ന മറ്റ് 2 ഫാക്ടേഴ്സ് ആരൊക്കെയുണ്ട്? ടെമ്പറേച്ചർ ഉണ്ട്, pH ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് ഗിവൺ ബിലോ എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഓൺ എൻസൈം ആക്ടിവിറ്റി. അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റും എൻസൈം ആക്ടിവിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മീൻ ബൈ വിമാക്സ് വാല്യൂ? വിമാക്സ് വാല്യൂ എന്താണ്? വൈ ഈസ് വിമാക്സ് നോട്ട് എക്സീഡഡ് ബൈ എനി ഫർദർ റൈസ് ഇൻ ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ? നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. വാട്ട് ഡു യു മീൻ ബൈ കെ എം വാല്യൂ ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ? കെ എം വാല്യൂ എന്താണ് പറഞ്ഞു? കെ എം വാല്യൂ എന്ന് പറയുന്നത് സിംപിളി വിമാക്സ് ബൈ 2 ആണ് കെ എം വാല്യൂ. കോൺസെൻട്രേഷൻ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് വിച്ച് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഈസ് ഹാഫ് ദ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. When substrate concentration increases, the velocity of enzymatic reaction increases at first. After attaining a maximum velocity, it cannot be exceeded by further addition of substrate. Why? നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈംസ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എൻസൈംസിനെ നമ്മൾ പ്രധാനമായിട്ടും 6 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഓക്സിഡോ റിഡക്റ്റേസസ്, ട്രാൻസ്ഫറേസസ്, ഹൈഡ്രോളൈസസ്, ലയേസസ്, ഐസോമെറൈസസ്, ലിഗേസസ്.
അപ്പോൾ ഓരോ കാറ്റഗറിയുടെയും പ്രത്യേകത നമ്മളൊന്ന് നന്നായിട്ട് നോക്കി വയ്ക്കുക. ഒന്നാമത്തെ കാറ്റഗറി ഓക്സിഡോ റിഡക്റ്റേസസ് ഓർ ഡീഹൈഡ്രോജനേസസ്. എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ ടു സബ്സ്ട്രേറ്റ് എസ് ആൻഡ് എസ് ഡാഷ്. ഇവിടെ എക്സാമ്പിളായിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? എസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്, എസ് ഡാഷ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓക്സിഡോ റിഡക്റ്റേസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേസ് എൻസൈം ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എസ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിന്നും എസ് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറും, എസ് ഡാഷ് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൽ നിന്നും റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറ്റും. അപ്പോൾ ഈ രീതിയിൽ സബ്സ്ട്രേറ്റിനെ മാറ്റുന്ന എൻസൈംസ് ആണ് ഓക്സിഡോ റിഡക്റ്റേസ് ഓർ ഡീഹൈഡ്രോജനേസസ് എൻസൈം. ഇനി രണ്ടാമത്തെ കാറ്റഗറി ട്രാൻസ്ഫറേസസ് ആണ്. എന്താണ് ട്രാൻസ്ഫറേസസ്? എൻസൈം കാറ്റലൈസിങ് എ ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് ജി അതർ ദാൻ ഹൈഡ്രജൻ ബിറ്റ്വീൻ എ പെയർ ഓഫ് സബ്സ്ട്രേറ്റ് എസ് ആൻഡ് എസ് ഡാഷ്. എക്സാമ്പിൾ നോക്കൂ. എസിൻ്റെ കൂടെ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇരിക്കുന്നു. എസ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റിൻ്റെ കൂടെ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇരിക്കുന്നു. അതിനോട് ചേർന്ന് എസ് ഡാഷ് എന്ന് പറഞ്ഞ മറ്റൊരു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഇരിക്കുന്നു. അപ്പോൾ ഈ എൻസൈം ട്രാൻസ്ഫറൈസ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എസ്സിൽ കൂടെ ആഡായിട്ടിരിക്കുന്ന ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് ആരിലേക്ക് മാറുന്നു? ട്രാൻസ്ഫർ ആകുന്നു, എസ് ഡാഷിലേക്ക് മാറുന്നു. കണ്ടോ? അപ്പോൾ എസ് എ പ്ലസ് എസ് ഡാഷ് ജി. അപ്പോൾ ഈ രീതിയിലേക്ക് മാറ്റപ്പെടുന്നതാണ് ട്രാൻസ്ഫറേസസ് എൻസൈം. ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് ബിറ്റ്വീൻ എ പെയർ ഓഫ് സബ്സ്ട്രേറ്റ് എസ് ആൻഡ് എസ് ഡാഷ്. ഇനി ഹൈഡ്രോളൈസിസിലേക്ക് വരുമ്പോൾ എൻസൈംസ് കാറ്റലൈസിങ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ്, ഗ്ലൈക്കോസിഡിക്, കാർബൺ കാർബൺ, കാർബൺ ഹാലൈഡ്, ഫോസ്ഫറസ് നൈട്രജൻ ബോൺസ്. അപ്പോൾ ഈ രീതിയിൽ ഹൈഡ്രോളിസിസിന് സഹായിക്കുന്ന എൻസൈംസ് ആണ് ഹൈഡ്രോളൈസസ്. എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാൻ ഈതർ, പെപ്റ്റൈഡ്, ഗ്ലൈക്കോസിഡിക്, കാർബൺ കാർബൺ, കാർബൺ ഹാലൈഡ്, ഫോസ്ഫറസ് നൈട്രജൻ ബോൺസ് ഫോം ചെയ്യുന്നതാണ് ഹൈഡ്രോളൈസസ്. ഇനി ലയേസസ് എന്ന് പറയുന്നത് എൻസൈംസ് ദാറ്റ് കാറ്റലൈസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ഫ്രം സബ്സ്ട്രേറ്റ് ബൈ മെക്കാനിസംസ് അതർ ദാൻ ഹൈഡ്രോളിസിസ് ലീവിങ് ഡബിൾ ബോൺസ്. അപ്പോൾ ലയേസസ് എന്ന് പറയുന്ന എൻസൈം റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ഫ്രം സബ്സ്ട്രേറ്റ് ബൈ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് അല്ലാത്ത മറ്റ് മെക്കാനിസംസ് വഴി ഒരു ഗ്രൂപ്പിനെ ഒരു കോമ്പൗണ്ടിൽ നിന്നും മാറ്റുക. അപ്പോൾ ഇവിടെ എക്സ് വൈ എന്നുള്ള ഒരു രണ്ട് ഗ്രൂപ്പ് പേരിതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിനെ എന്ത് ചെയ്യുക? ഇതിൽ നിന്നും അങ്ങ് മാറ്റുക. ഈ ലയേസസ് എൻസൈം ചെയ്യുന്നത് എക്സ് വൈയെ മാറ്റി, പ്രത്യേകിച്ച് മാറ്റി കഴിയുമ്പോഴത്തേക്ക് അവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ലയേസസ്. ഇനി ഐസോമറൈസസ് ഉണ്ട്. ഇൻക്ലൂഡ് ആൾ എൻസൈംസ് കാറ്റലൈസിങ് interconversion of optical, geometrical or positional isomers. ഓപ്റ്റിക്കൽ ഐസോമർസും ജോമെട്രിക്കലും പൊസിഷണൽ ഐസോമർസും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ രീതിയിൽ മോളിക്യൂൾസിനെ പരസ്പരം കൺവേർട്ട് ചെയ്യുന്ന എൻസൈംസ് ആണ് ഐസോമറൈസസ്. ഇപ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു ഐസോമറൈസസ് എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ. ഇനി ലിഗേസസ് ഉണ്ട്. എൻസൈംസ് കാറ്റലൈസിങ് ദ ലിങ്കിങ് ടുഗദർ ഓഫ് ടു കോമ്പൗണ്ട്സ്. രണ്ട് കോമ്പൗണ്ട്സിനെ പരസ്പരം ലിങ്ക് ചെയ്യുന്നത്. എൻസൈംസ് വിച്ച് കാറ്റലൈസസ് ജോയിനിങ് ഓഫ് കാർബൺ ഓക്സിജൻ, കാർബൺ സൾഫർ, കാർബൺ നൈട്രജൻ, ഫോസ്ഫറസ് ഓക്സിജൻ ബോൺസ് പരസ്പരം ലിങ്ക് ചെയ്യുന്ന എൻസൈംസ് ആണ് ലിഗേസസ്. ഇനി ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് ഒരു സൈഡിലും അതിൻ്റെ റിയാക്ഷൻസ് മറു സൈഡിലും തന്നിട്ട് പരസ്പരം മാച്ച് ചെയ്യാൻ ആവശ്യപ്പെടാം. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഹൈഡ്രോളൈസസ് ഇവിടെ എന്താണ് ആൻസർ? ഹൈഡ്രോളിസിസ് ഓഫ് ബോൺസ്. ലയേസസ് എന്താണ്? റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ്. ഓക്സിഡോ റിഡക്റ്റേസസ് എന്താണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. ഐസോമെറൈസസ് എന്താണ്? ഇന്റർ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ്. ലിഗേസസ് എന്താണ്? ലിങ്കിങ് ടുഗദർ ഓഫ് മോളിക്യൂൾസ്. ട്രാൻസ്ഫറൈസസ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ്. അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ ഫങ്ഷൻസ് വെച്ചുകൊണ്ട് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ഫോർമുല ഗിവൺ ബിലോ ഐഡൻറ്റിഫൈ ദ ക്ലാസസ് ഓഫ് ദ എൻസൈംസ്. അപ്പോൾ ഈ ക്ലാസസ് ഏത് കാറ്റഗറിയിലാണ് ഈ റിയാക്ഷൻസിൽ വരുന്ന എൻസൈംസ്
ക്ലാസിഫൈ ചെയ്യപ്പെടുന്നതെന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ രീതിയിൽ ഒരു സൈഡിൽ അതിൻ്റെ എൻസൈമിൻ്റെ പേരും മറു സൈഡിൽ അതിൻ്റെ ഫംഗ്ഷൻ എഴുതാനുമുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. ഇനി ഇതാ ഇവിടെ എൻസൈംസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 6 ക്ലാസ്സസ്. ഇനി ഓരോ എൻസൈംസിൻ്റെയും പ്രോപ്പർട്ടീസ് ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നെയിം ദ ഗ്രൂപ്പ് ഓഫ് എൻസൈം വിച്ച് കാറ്റലൈസസ് ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ 2 സബ്സ്ട്രേറ്റ് എസ് ആൻഡ് എസ് ഡാഷ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ എൻസൈംസിൻ്റെയും പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് അതിൻ്റെ പേരെഴുതാനുള്ള ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് കോഫാക്ടേഴ്സ്. കോഫാക്ടേഴ്സ്. Enzymes are composed of one or several polypeptide chains. However, there are number of cases in which a non-protein constituent called cofactors are bound to the enzyme to make the enzyme catalytically active. അപ്പോൾ എൻസൈമിനോട് അറ്റാച്ച് ചെയ്ത് കാണുന്ന നോൺ പ്രോട്ടീൻ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോഫാക്ടേഴ്സ് എന്ന് വിളിക്കുക. ഇനി അതിൽ 2 ടേം പഠിക്കണം, അപ്പോ എൻസൈമും കോഫാക്ടേഴ്സ്. ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം ഈസ് കാൾഡ് അപ്പോ എൻസൈംസ്. എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടിനെ അപ്പോ എൻസൈം എന്നും നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടേഴ്സ് എന്നും. അപ്പോൾ നമ്മളുടെ ആൾറെഡി മനസ്സിലാക്കി എൻസൈംസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണുന്ന നോൺ പ്രോട്ടീൻ പാർട്ടാണ് കോഫാക്ടേഴ്സ്. എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടിനെ എന്ത് പേരിൽ വിളിക്കും? അപ്പോ എൻസൈം എന്നും നോൺ പ്രോട്ടീൻ പാർട്ടിനെ കോഫാക്ടേഴ്സ് എന്നും വിളിക്കും. ഇനി കോഫാക്ടേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈംസ്, മെറ്റൽ അയോൺസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്താണ്? അപ്പോ എൻസൈമിൻ്റെ കൂടെ ടൈറ്റായിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. അപ്പോ എൻസൈമായിട്ട് ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കാനുണ്ട്. ഹീം ഈസ് എ പാർട്ട് ഓഫ് ദ എൻസൈം peroxidase and catalase, which catalyze the breakdown of hydrogen peroxide to water and oxygen. ഹൈഡ്രജൻ പെറോക്സൈഡിനെ കാറ്റലൈസ് ചെയ്ത് അതിനെ വാട്ടറും ഓക്സിജനുമായിട്ട് മാറ്റുന്ന റിയാക്ഷനിൽ അതിൻ്റെ കറ്റാലിസിസിന് സഹായിക്കുന്ന എൻസൈമാണ് പെറോക്സിഡേസ് ആൻഡ് കാറ്റലൈസസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഈ എൻസൈംസിൽ വരുന്ന പ്രോട്ടീൻ നോൺ പ്രോട്ടീൻ പാർട്ടാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ് ഹീം. Coenzymes. The organic compounds which are not firmly bound to the apo enzymes are called coenzymes. അപ്പോൾ നേരത്തെ ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മളതിനെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയും. ലൂസായിട്ട് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ എന്ത് പേരിൽ വിളിക്കും? കോ എൻസൈംസ് എന്ന് വിളിക്കും. അപ്പോൾ ധാരാളം കോ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് വൈറ്റമിൻസ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് NAD, NADP ഒക്കെ. കോഎൻസൈം നിക്കോട്ടിനമൈഡ് അഡിനൈൻ ഡൈന്യൂക്ലിയോറ്റൈഡ്, അതാണ് NAD. NADP നിക്കോട്ടിനമൈഡ് അഡിനൈൻ ഡൈന്യൂക്ലിയോറ്റൈഡ് ഫോസ്ഫൈഡ്. കണ്ടെയ്ൻ ദ വൈറ്റമിൻ നിയാസിൻ. നിയാസിൻ എന്ന് പറഞ്ഞ വൈറ്റമിൻ്റെ ഭാഗമാണിത്. ഈ മെറ്റൽ അയോൺസ്. എ നമ്പർ ഓഫ് എൻസൈംസ് റിക്വയർ മെറ്റൽ അയോൺസ് ഫോർ ദെയർ ആക്ടിവിറ്റി. Metal ion form coordination bond with the side chains at the active site and at the same time form one or more coordination bond with the substrate. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളാണ് പ്രത്യേകം ഓർമ്മിക്കേണ്ടത്. സിങ്ക് ഈസ് എ കോഫാക്ടർ ഫോർ ദ പ്രോട്ടിയോലൈറ്റിക് എൻസൈം കാർബോക്സി പെപ്റ്റിഡൈസ്. അപ്പോൾ കാർബോക്സി പെപ്റ്റിഡൈഡ്സിൽ ആക്ട് ചെയ്യുന്ന ഒരു കോഫാക്ടറാണ് സിങ്ക്. സിങ്ക് ഈസ് എ കോഫാക്ടർ ഫോർ ദ പ്രോട്ടിയോലൈറ്റിക് എൻസൈം കാർബോക്സി പെപ്റ്റിഡൈസ്. Catalytic activity is lost when the co-factor is removed from the enzyme. എൻസൈമിൽ നിന്നും കോഫാക്ടറിനെ റിമൂവ് ചെയ്താൽ അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻസ് നോക്കാം. ഗീവ് ഓൺ ബോർഡ് കോഫാക്ടർ ഫോർ ദ പ്രോട്ടിയോലൈറ്റിക് എൻസൈം കാർബോക്സി പെപ്റ്റിഡൈസ് നമ്മളിപ്പോൾ കണ്ടു. ദ ഓർഗാനിക് കോമ്പൗണ്ട് ടൈറ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. അപ്പോ എൻസൈമായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ചെയ്യുന്നെങ്കിൽ അതിനെ എന്ത് പേരിൽ വിളിക്കും? The non-protein organic compound that are tightly bound to the apo enzyme. The protein part of the apo enzyme or part of the enzyme. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. Symbolic representation of a functional enzyme is given below. Write one difference between cofactor and apo enzyme. അപ്പോൾ കോഫാക്ടറും അപ്പോ എൻസൈം തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക.
നെയിം ദ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കോഫാക്ടേഴ്സ്. 3 ടൈപ്പ് കോഫാക്ടേഴ്സ് ആരൊക്കെയാണ്? വാട്ട് ഈസ് ദ കോഫാക്ടർ ഫോർ ദ എൻസൈം കാർബോക്സി പെപ്റ്റിഡേസ്? കാർബോക്സി പെപ്റ്റിഡേസിൻ്റെ കോഫാക്ടർ ഏതാണ്? ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. Non-protein constituent called cofactor are bound to the enzyme to make the enzyme catalytically active. Name the protein portion of the enzyme. What happens to the catalytic activity when the cofactor is removed from the enzyme? നേരത്തെ കണ്ടു അല്ലേ, കോഫാക്ടർ റിമൂവ് ചെയ്താൽ കറ്റലിറ്റിക് ആക്ടിവിറ്റി എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. മെൻഷൻ എനി 2 kinds of cofactor with example. അപ്പോൾ 3 കോഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുവാനുള്ളത്, ഫോക്കസ് ഏരിയയിൽ പഠിക്കുവാനുള്ളത്. നന്നായിട്ട് വീഡിയോ റിവിഷൻ നടത്തി റിവൈസ് ചെയ്ത് കണ്ട് പഠിക്കുക. For video lessons, please subscribe TLP's biology classes. Thank you.